രാജ്യം നടുങ്ങിയ ദുരന്തമാണ് തമിഴ്നാട് കരൂരിൽ ഉണ്ടായിരിക്കുന്നത്. വിജയുടെ റാലിക്കിടെ ഉണ്ടായ അപകടത്തിൽ 8 കുട്ടികളടക്കം 39 പേരാണ് മരിച്ചിരിക്കുന്നത്. നിലവിൽ 15 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ മരിച്ചവരിൽ ചിലരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 107 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതുമാണ്. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കേന്ദ്ര സർക്കാർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വളരെ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിരുന്നു. ഏത് രീതിയിലുള്ള സഹായം വേണമെങ്കിലും നൽകാമെന്നുള്ളൊരു ഉറപ്പും നൽകിയിരുന്നു. അതനുസരിച്ചുള്ള തുടർ പ്രവൃത്തികൾ തന്നെയല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തമിഴ്നാട് സർക്കാരിലേക്ക് ഉണ്ടാകുന്നത്? നടന്ന അടുത്ത മിനിറ്റുകൾക്കകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഒപ്പം തന്നെ RL രവി ഗവർണറുമായും ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ഫോൺ സംഭാഷണത്തിൽ കൃത്യമായി കേന്ദ്ര സഹായം പൂർണ്ണമായും ലഭ്യമാക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ സേനാ വിന്യാസമോ ഏതെങ്കിലും തരത്തിൽ NDRFന്റെയോ മറ്റോ സഹായങ്ങളോ വേണമെങ്കിൽ അത് ലഭ്യമാക്കാമെന്ന് കൃത്യമായി തന്നെ അറിയിച്ചു. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ. നിലവിൽ ഈ അപകടം നടന്ന ഒരു സാഹചര്യത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകുക എന്നതിലാണ് പ്രാഥമിക പരിഗണന. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മെഡിക്കൽ സംഘമടക്കം തമിഴ്നാട്ടിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ലഭിച്ച മറുപടി. ആവശ്യമെങ്കിൽ കേന്ദ്ര ആരോഗ്യ സംഘത്തെ കൂടി അവിടേക്ക് അയക്കാമെന്നുള്ള ഒരു നിർദ്ദേശവും കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ നിലവിൽ അത്തരമൊരു സാഹചര്യമില്ല. നിലവിൽ സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പര്യാപ്തമായ അവസ്ഥയാണ് ഈ സംഭവ സ്ഥലത്തും കരൂരടക്കമുള്ള മേഖലകളിൽ ഉള്ളത് എന്നുള്ളതായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും ലഭ്യമായ മറുപടി. അതേസമയം ഇപ്പോഴും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സഹായം വേണമെങ്കിൽ ലഭ്യമാക്കാം എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം നിലവിൽ സംസ്ഥാനത്തോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ റിപ്പോർട്ടിൽ കൃത്യമായി അപകടം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അപകടം ഉണ്ടായത് തുടങ്ങിയ വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ പിഴവും ഉണ്ടായിട്ടില്ല. പോലീസ് വിന്യാസമടക്കം കൃത്യമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ കൃത്യമായി തന്നെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ആവശ്യമായ പോലീസ് വിന്യാസമില്ലാത്തത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതേസമയം പോലീസ് വ്യക്തമാക്കുന്നത് 500-ലധികം പോലീസുകാരെ എവിടെ വിന്യസിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ നമുക്ക് ഏരിയൽ ദൃശ്യങ്ങൾ അടക്കം വ്യക്തമാക്കുന്നത് അത്രയധികം പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ മരണപ്പെട്ടവർ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ പേരും ശരീരത്തിൽ നിന്നും വെള്ളം കൂടുതലായി നഷ്ടപ്പെട്ട് ഉള്ള ഒരു അവസ്ഥയിലാണ് കൂടുതൽ മരണങ്ങളും സംഭവിച്ചത്. ഒപ്പം തന്നെ പ്രാണവായു ലഭിക്കാതെ ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വളരെ ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മരിച്ച 39 പേരും ഒന്നെങ്കിൽ പ്രാണവായു ലഭിക്കാതെയും, അല്ലെങ്കിൽ നിർജ്ജലീകരണം കാരണവും, അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട തിക്കിലും തിരക്കിലും പെട്ട് ഓടിയവരുടെ ചവിട്ടും മറ്റുമേറ്റാണ് മരണപ്പെട്ടിട്ടുള്ളത്. കുട്ടികളടക്കം ഈ മരണപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വേദനാജനകം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവിടെ ഏതാണ്ട് ഇപ്പോൾ സർക്കാർ നടത്തിയ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് 1000-ലധികം കുട്ടികൾ തന്നെ ഈ പ്രദേശത്ത് വിജയിയെ കാണുവാൻ വേണ്ടി തിങ്ങിക്കൂടിയവരിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടികൾക്ക് പലരും ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിക്ക് പറ്റി ചികിത്സയിൽ ഉള്ളവരിലും ഭൂരിഭാഗവും ഏറിയ പങ്കും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഭവം ഉണ്ടായത് ഈ വലിയ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായപ്പോൾ ജനങ്ങൾ അവിടെ നിന്നും മാറുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് എന്നുള്ളത് ചിലർ പറയപ്പെടുന്നു. അതേപോലെ തന്നെ ഈ ഒരു കുപ്പി വെള്ളം എടുത്ത് എറിഞ്ഞു. ആ വെള്ളം എടുക്കുവാനുള്ള ശ്രമമാണ് ഈ ഒരു അപകടത്തിലേക്ക് കലാശിച്ചതെന്ന് മറ്റു ചില ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാഥമിക വിവരം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പോലീസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയം അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ചകൾ എവിടെയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് പോലീസിനെ പൂർണ്ണമായും വെള്ളപൂശുന്ന തരത്തിലാണ് നിലവിൽ ഈ സംസ്ഥാന പോലീസ് മേധാവി അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പിഴവും ഉണ്ടായിട്ടില്ല. ആവശ്യമായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് DGP വ്യക്തമാക്കിയത്. അതേസമയം തന്നെ നേരത്തെ തന്നെ 10,000 പേർക്കുള്ള അനുമതി പോലീസ് നൽകിയിരുന്നു. എന്നാൽ ആ 10,000 പേരെ നിയന്ത്രിക്കുവാനുള്ള ആവശ്യമായ പോലീസ് സംവിധാനം പോലും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്
പ്രധാനമായും ഉയരുന്ന വിമർശനം. മാത്രമല്ല, രഹസ്യാന്വേഷണ വിഭാഗത്തിന് വ്യക്തമായ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വിവരം ലഭിച്ചിരുന്നു അവിടെ കൂടുതൽ പേർ സംഘടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അന്നേ ദിവസം തന്നെ, ഇന്നലെ തന്നെ വിജയ് പങ്കെടുത്ത മറ്റു പരിപാടികളിലും സമാനമായി വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തേക്ക്, കരൂരിലേക്ക് എത്തുമ്പോൾ അവിടെയും 10,000-ൽ കൂടുതൽ ജനങ്ങൾ അവിടെ തടിച്ചുകൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. ഇത് കൃത്യമായ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഈ വിവരങ്ങൾ അവർക്ക് പക്കമുണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യാന്വേഷണ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടികളിലേക്ക് നീങ്ങിയോ, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പോലീസ് കാര്യമായി പരിഗണിക്കാതെ പോയതോ ആകാം എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എങ്ങനെയാണെങ്കിലും അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയാണ് എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ പൂർണ്ണമായ ഒരു വീഴ്ചയാണ് ഈ ഒരു വിഷയത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർക്കാർ ഇതിന് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉപമുഖ്യമന്ത്രിയുടെ അടുത്ത് അടക്കം മാധ്യമങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള വീഴ്ച ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി ഇല്ലാതെ റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടിൽ പഴിചാരി, അല്ലെങ്കിൽ റിപ്പോർട്ടിൽ ആശ്രയിച്ച് രക്ഷപ്പെടുവാനുള്ള ശ്രമമാണ് ഉണ്ടായത്. റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നുള്ളതാണ് ഉപമുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയത്. അതേസമയം സർക്കാരിന് പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ, ധാരണ, അല്ലെങ്കിൽ ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്, എവിടെയാണ് വീഴ്ചകൾ പറ്റിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണ സർക്കാരിനുണ്ട്. അതേസമയം സർക്കാർ അത് തുറന്നു പറഞ്ഞാൽ, അല്ലെങ്കിൽ അത് തുറന്നു കാട്ടിയാൽ, അത് സർക്കാരിന്റെ തന്നെ വീഴ്ച തുറന്നു സമ്മതിക്കുന്നത് പോലെയാകും. അതുകൊണ്ട് തന്നെ ഇത് മൂടിവെക്കുവാനുള്ള ശ്രമമാണിപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏകാംഗ കമ്മീഷനെ നിലവിൽ നിയോഗിച്ചിട്ടുണ്ട്. പോലീസും സമാന്തരമായി തന്നെ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതുവരെയായിട്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണക്കാരനായിട്ടുള്ള വിജയ് ഇതുമായി പുലർത്തുന്ന മൗനം, അത് ഏവരും ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, അത് വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇത്രയധികം മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞപ്പോൾ പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ, അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാതെ, അല്ലെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവിടെ വേണ്ട സേവന പ്രവർത്തനങ്ങൾ നൽകാതെ പൂർണ്ണമായും അവിടുന്ന് തടി തപ്പുന്ന ഒരു അവസ്ഥയാണ് വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.